Hello everyone, welcome to today's video. In this video, Laplace transform in the second part we will see. And in this section, we will question solve. Using bilateral Laplace transform, find the ROC of the signal x of t equal to e power minus modulus of b into t for b greater than 0 and b less than 0. Okay, this question bilateral Laplace transform എന്ന് specifically mention ചെയ്തിട്ടുണ്ട്. That means modulus functionന്റെ പ്രത്യേകത നമുക്കറിയാം. modulus function പോസിറ്റീവ് വാല്യൂസിനും നെഗറ്റീവ് വാല്യൂസിനും ഡിഫൈൻഡ് ആണ്. ആൻഡ് ബൈലാറ്ററൽ ലാപ്ലേസ് ട്രാൻസ്ഫോം ഡിഫൈൻ ചെയ്തതുകൊണ്ട് എങ്ങനെ ഈ ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യാമെന്ന് നമുക്ക് ഫസ്റ്റ് നോക്കാം. നമുക്കറിയാം മോഡുലസ് ഓഫ് എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എക്സ് ഫോർ t greater than or equal to 0 and minus x for t less than 0. And in signals in the term t greater than or equal to 0 എന്നുള്ള വാല്യൂവിനെ നമ്മൾ നോർമലി u of t എന്നുള്ളൊരു വാല്യൂ കൊണ്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, u of t എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ ആണ്. സെയിം വേ ഫോർ t ലെസ് ദാൻ 0 സിഗ്നൽസിൻ്റെ ടേംസിൽ u ഓഫ് മൈനസ് ടി ആണ് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ്റെ ടൈം റിവേഴ്സൽ ഫോം. അതായത് u ഓഫ് t എന്ന് പറയുന്നത് ഈ സിഗ്നലാണെങ്കിൽ u ഓഫ് മൈനസ് ടി എന്ന് പറയുന്നത് ഈ സിഗ്നലാണ്, വിച്ച് ഈസ് ഡിഫൈൻഡ് ഫോർ t ലെസ് ദാൻ 0. ഓക്കെ, ഇനി ഈ ഫംഗ്ഷനെ മോഡുലസ് ഫംഗ്ഷൻ്റെ ടേംസിൽ നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാമെന്ന് നോക്കാം. ദാറ്റ് ഈസ് എക്സ് ഓഫ് ടി ഈക്വൽ ടു ഇ പവർ മൈനസ് മോഡുലസ് ഓഫ് ടി ആൻഡ് ദിസ് വിൽ ബി ഈ വാല്യൂവിനെ മോഡുലസ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ e power minus bt because x in the value for t greater than or equal to 0 positive value ആണ്. പോസിറ്റീവ് വാല്യൂ കൊടുക്കുകയാണെങ്കിൽ പോസിറ്റീവ് b കൊടുക്കുമ്പോൾ which is multiplied by u of t which is defined for positive values of t. and again ഈ വാല്യൂവിനെ നെഗറ്റീവ് വാല്യൂസിൽ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും? നെഗറ്റീവ് വാല്യൂസിന് മൈനസ് എക്സ് ആണ്. മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആകും. ദാറ്റ് ഈസ് ഇ പവർ ബി ടി മൾട്ടിപ്ലൈഡ് ബൈ യു ഓഫ് മൈനസ് ടി. ഈ ഒരു റെപ്രസെൻറ്റേഷൻ നമ്മൾ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ്റെ ടേമിൽ റീപ്ലേസ് ചെയ്തു. സോ നമ്മളുടെ ഇപ്പോഴത്തെ നമ്മുടെ കറൻറ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് ദിസ് വിൽ ബി ഈക്വൽ ടു ഇ പവർ മൈനസ് ബി ടി ഇൻറ്റു യു ഓഫ് ടി പ്ലസ് ഇ പവർ bt into u of minus t. Okay, this will be our new function. നമ്മുടെ ന്യൂ ഫംഗ്ഷൻ എന്ന് പറയുന്നത് രണ്ട് ഫംഗ്ഷൻ്റെ സമ്മായിട്ട് ചേഞ്ച് ചെയ്തു. ഇനി ഈ ക്വസ്റ്റ്യനിൽ ഒരു രണ്ട് കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഫോർ ബി ഗ്രേറ്റർ ദാൻ 0, സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് ബി ലെസ് ദാൻ 0. നമുക്ക് ഫസ്റ്റ് കേസ് നോക്കാം. ദാറ്റ് ഈസ് ബി ഗ്രേറ്റർ ദാൻ 0. ബി ഗ്രേറ്റർ ദാൻ 0 ഓർ വി ക്യാൻ സേ ഫോർ പോസിറ്റീവ് വാല്യൂസ് ഓഫ് ബി എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് വാല്യൂ ആണെങ്കിൽ എങ്ങനെ ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം, ഇതിൻ്റെ ROC എങ്ങനെ കണ്ടുപിടിക്കാം നമുക്ക് നോക്കാം. നൗ ഈ ഫംഗ്ഷനെ ഞാൻ രണ്ട് പാർട്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ലെറ്റ് ദിസ് ബി അവർ പാർട്ട് 1, ദിസ് ബി പാർട്ട് 2. ഫസ്റ്റ് പാർട്ട് 1 എന്നുള്ളൊരു ഫംഗ്ഷൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ROC നമുക്ക് കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് എക്സ് ഓഫ് എസ് ഓർ ലാപ്ലേസ് ട്രാൻസ്ഫോം ഫോർ ഇ പവർ മൈനസ് ബി ടി ഇൻറ്റു യു ഓഫ് ടി എന്നുള്ളൊരു ഫംഗ്ഷൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് ഫോർമുല അപ്ലൈ ചെയ്യുകയാണെങ്കിൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഇ പവർ മൈനസ് ബി ടി എക്സ് ഓഫ് ടി ഇൻറ്റു ഇ പവർ മൈനസ് എസ് ടി ഇൻറ്റു ഡി ടി. നമ്മൾ പ്രീവിയസ് സെക്ഷനിൽ ക്വസ്റ്റ്യൻ ചെയ്ത രീതിയിൽ തന്നെ ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുക. ആൻഡ് ഇവിടെ യു ഓഫ് ടി എന്ന് വരുന്നത് കൊണ്ട് ഇൻറ്റഗ്രലിൻ്റെ വാല്യൂ 0 ടു ഇൻഫിനിറ്റിയിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യുകയാണ്. ഇ പവർ മൈനസ് ഓഫ് എസ് പ്ലസ് ബി ടി ഇൻറ്റു ഡി ടി. ഓക്കെ, നൗ apply the limits and integration. We have 0 to infinity and the value will be 1 by s plus b. Okay, previous question
ട്രൈ ചെയ്ത് അറ്റംപ്റ്റ് ചെയ്ത് സെയിം രീതിയിൽ തന്നെയാണ് നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്നത്. ആൻഡ് ഹിയർ ROC എന്ന് പറയുന്നത്, ഇവിടെ നമ്മുടെ ROC എന്ന് പറയുന്നത് റിയൽ പാർട്ട് ഓഫ് S plus B. റിയൽ പാർട്ട് ഓഫ് S plus B ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 0, ഓർ വി ക്യാൻ സേ റിയൽ പാർട്ട് ഓഫ് S ഷുഡ് ബി ഗ്രേറ്റർ ദാൻ -B. ഈ കേസിൽ നമ്മുടെ ROC എന്ന് പറയുന്നത് ഈ വാല്യൂ ആണ്. ഓക്കെ, നൗ ലെറ്റ്സ് സീ ദി സെക്കൻഡ് പാർട്ട്. സെക്കൻഡ് പാർട്ട് എങ്ങനെയാണ് അറ്റംപ്റ്റ് ചെയ്യാൻ നമുക്ക് നോക്കാം. സെക്കൻഡ് പാർട്ട് നോക്കുകയാണെങ്കിൽ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് e⁻bt ഇൻറ്റു u of -t which is equal to integral -infinity to infinity e⁻bt into u of -t into e⁻−st dt. ഈ കേസിൽ ഇമ്പൾസ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് നെഗറ്റീവ് വാല്യൂസിനാണ്. പോസിറ്റീവ് വാല്യൂസ് ഓട്ടോമാറ്റിക്കലി 0 ആവും. സോ ഈ കേസിൽ നമ്മുടെ ഇൻ്റഗ്രലിൻ്റെ ലിമിറ്റ്സ് എന്ന് പറയുന്നത് -infinity to 0 e⁻−s−b into t dt. ഈ കേസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. എക്സ്പൊണൻഷ്യൽ ഫങ്ഷൻസിൻ്റെ കേസിൽ നോർമലി e⁻−bt എന്നുള്ള ഒരു ഫങ്ഷൻ ഡ്രോ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സിഗ്നലാണ് കിട്ടുന്നത്. ദിസ് ഈസ് ഫോർ പോസിറ്റീവ് വാല്യൂസ് ഓഫ് b is greater than 0 and t is also greater than 0. ഈ റീജിയനിലുള്ള വാല്യൂസ് ഇങ്ങനെ ഒരു ഗ്രാഫ് കിട്ടുമ്പോഴാണ് ഒരു പെർട്ടിക്കുലർ വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. ദെൻ ഓൺലി ലാപ്ലേസ് ട്രാൻസ്ഫോം എക്സിസ്റ്റ് എന്ന് പ്രീവിയസ് ലെക്ചറിൽ ഞാൻ പറഞ്ഞിരുന്നു. ബട്ട് ഹിയർ നെഗറ്റീവ് പാർട്ട് ഓഫ് ടി വരുമ്പോൾ, ടി നെഗറ്റീവ് പാർട്ടിൽ വരുമ്പോൾ എഗെയിൻ ഒരു പോയിന്റിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ഗ്രാഫ് കിട്ടിയാൽ മാത്രമാണ് ഈ ഒരു പെർട്ടിക്കുലർ പോയിന്റിലേക്ക് ഇത് കൺവേർട്ട് ചെയ്യുന്നതായിട്ട് പറയാൻ പറ്റുള്ളൂ, ഓർ ലാപ്ലേസ് ട്രാൻസ്ഫോം എക്സിസ്റ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ദാറ്റ് മീൻസ് ഈ ഒരു ഗ്രാഫ് എന്ന് പറയുന്നത് e⁻bt ഗ്രാഫാണ് ഈ വരച്ചിരിക്കുന്നത്. ഇയർ ബിയുടെ വാല്യൂ എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ് ആൻഡ് ഈ ഒരു നെഗറ്റീവ് സൈൻ ഈ പോർഷനിൽ ഉണ്ടാവില്ല. ആൻഡ് ദിസ് ഈസ് ഡിഫൈൻഡ് ഫോർ u of -t. ഈ ഒരു പെർട്ടിക്കുലർ ഗ്രാഫ് കിട്ടണമെങ്കിൽ ഈ ബിയുടെ വാല്യൂ എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കണം. ദാറ്റ് മീൻസ് ഈ ഒരു ഇൻ്റഗ്രേഷൻ വാല്യൂ എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ഓർ ഒരു പെർട്ടിക്കുലർ വാല്യൂവിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഈ ഒരു e⁻something into t എന്ന് പറയുന്ന ഈ വാല്യൂ പോസിറ്റീവ് ആയിരിക്കണം. ഈ വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ മാത്രമാണ് ഈ നെഗറ്റീവ് പാർട്ട് ഓഫ് ദി ഗ്രാഫ് ഈ വാല്യൂ എക്സിസ്റ്റ് ചെയ്യുള്ളൂ. ഈ പോസിറ്റീവ് വാല്യൂ ഓഫ് ടി വരണമെങ്കിൽ s-b എന്ന് പറയുന്നത് ഷുഡ് ബി നെഗറ്റീവ്. s-b എന്നുള്ളൊരു വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ മാത്രമാണ് നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് ഒരു പോസിറ്റീവ് വാല്യൂ നമുക്ക് കിട്ടുള്ളൂ. ആൻഡ് ടിയുടെ നെഗറ്റീവ് വാല്യൂസിന് ഈ ഇൻ്റഗ്രേഷൻ എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ, ലാപ്ലേസ് ട്രാൻസ്ഫോം എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ദിസ് power should be positive, or we can say real part of s-b should be less than 0. Less than 0 means negative, or we can say real part of s should be less than b. Okay, ഈ വാല്യൂ ആയിരിക്കും ഈ ഒരു ഇൻ്റഗ്രൽ എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന ROC എന്ന് പറയുന്നത്. നമ്മൾ സെലക്ട് ചെയ്യുന്ന ROC ഈ ഒരു പർട്ടിക്കുലർ വാല്യൂ ആണെങ്കിൽ മാത്രമാണ് ഈ ഇൻ്റഗ്രേഷൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ദാറ്റ് മീൻസ് which is equal to again e⁻−s-b into t divided by -s-b with a limit -infinity to 0. ഈ ലിമിറ്റ്സ് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 1-s-b with an ROC of real part of s less than b, real part of s less than b.
നമ്മുടെ ഫസ്റ്റ് പാർട്ടിനെ നമുക്കറിയാം 1/s+d വിത്ത് റിയൽ പാർട്ട് ഓഫ് എസ് ഗ്രേറ്റർ ദാൻ -b ആണ്. ഹിയർ എന്ന് പറയുന്നത് റിയൽ പാർട്ട് ഓഫ് എസ് ലെസ് ദാൻ പോസിറ്റീവ് വാല്യൂ ഓഫ് b ആണ്. ബട്ട് ഈ ഒരു എക്സ് ഓഫ് ടി നമ്മൾ ടോട്ടൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഈ രണ്ട് ഫംഗ്ഷൻ്റെയും കോമ്പിനേഷൻ ആണ്. അതായത് ഈ രണ്ട് പാർട്ടിലും കോമൺ ആയിട്ട് വരുന്ന ROC ആയിരിക്കും ഫൈനൽ ROC ഓഫ് എക്സ് ഓഫ് ടി എന്ന് പറയുന്നത്. അതായത് ഈ ഫസ്റ്റ് പാർട്ടിൻ്റെയും സെക്കൻഡ് പാർട്ടിൻ്റെയും ROC നമുക്ക് ഫസ്റ്റ് ഡ്രോ ചെയ്യാം. അതിൽ കോമൺ ആയിട്ട് വരുന്ന പാർട്ടായിരിക്കും എക്സ് ഓഫ് ടിയുടെ ROC ആയിട്ട് വരുന്നത്. ഫസ്റ്റ് നമുക്ക് ഫസ്റ്റ് പാർട്ടിൻ്റെ ROC എങ്ങനെ ഡ്രോ ചെയ്യാമെന്ന് നോക്കാം. ഇതാണ് നമ്മളുടെ എസ് പ്ലെയിൻ എന്ന് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എസ് പ്ലെയിൻ ആൻഡ് ഫോർ ദിസ് പാർട്ട് റിയൽ പാർട്ട് ഓഫ് എസ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ -b. ഈ പോയിൻ്റാണ് -b എന്നുണ്ടെങ്കിൽ ഗ്രേറ്റർ ദാൻ -b എന്ന് പറയുന്നത് നമ്മൾ റീജിയൺ ഓഫ് കൺവേർജൻസ് ഫോർ ദി ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഇതാണ്. ആൻഡ് ഫോർ ദി സെക്കൻഡ് പാർട്ടിന് റീജിയൺ ഓഫ് കൺവേർജൻസ് എന്ന് പറയുന്നത് റിയൽ പാർട്ട് ഓഫ് എസ് ഷുഡ് ബി ലെസ് ദാൻ പോസിറ്റീവ് b ആണ്. നമ്മുടെ എക്സ്പ്ലെയിൻ ഇതായിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതാണ് പോസിറ്റീവ് b. ആൻഡ് നമുക്കറിയാം പോൾ എപ്പോഴും എക്സ്ക്ലൂഡ് ചെയ്തിട്ടാണ് ROC കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് റിയൽ പാർട്ട് ഓഫ് എസ് ഈസ് ലെസ് ദാൻ പോസിറ്റീവ് b ആണ്. ഇതാണ് നമ്മുടെ റീജിയൺ ഓഫ് കൺവേർജൻസ് ഫോർ ദി സെക്കൻഡ് പാർട്ട്. ഈ രണ്ട് ROC നോക്കുകയാണെങ്കിൽ കോമൺ ആയിട്ട് വരുന്ന റീജിയൺ എന്ന് പറയുന്നത് ഈ ഒരു -bക്ക് ഹയർ ആയിട്ടുള്ളതും പോസിറ്റീവ് ബിക്ക് ലോവർ ആയിട്ടുള്ള പോർഷനാണ് രണ്ട് ഗ്രാഫിലും കോമൺ ആയിട്ട് വരുന്നത്. അതായത് ഈ രണ്ട് ഗ്രാഫും കമ്പൈൻ ചെയ്ത് വരയ്ക്കുകയാണെങ്കിൽ കോമൺ ആയിട്ട് വരുന്ന പോർഷൻ എന്ന് പറയുന്നത് റിയൽ പാർട്ട് ഓഫ് എസ് ഈസ് ഇൻ ബിറ്റ്വീൻ -b ആൻഡ് +b. -b ആൻഡ് +b ആയിരിക്കും നമ്മളുടെ ഫൈനലായിട്ട് വരുന്ന ROC എന്ന് പറയുന്നത്. എക്സാമിൽ നമുക്ക് ROC ആണ് മെയിനായിട്ട് അവർ ചോദിച്ചിരിക്കുന്നത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ലാപ്ലേസ് ട്രാൻസ്ഫോം. സോ ദ ഫൈനൽ ROC എന്ന് പറയുന്നത് വിൽ ബി റിയൽ പാർട്ട് ഓഫ് എസ് ഷുഡ് ബി within a range of -b and +b. -bക്കും +bക്കും ഇൻ ബിറ്റ്വീൻ ആയിരിക്കും നമുക്ക് കിട്ടുന്ന ഫൈനൽ ROC എന്ന് പറയുന്നത്. സോ ഈ എക്സ് ഓഫ് ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം കമ്പൈൻ ആയിട്ട് എഴുതുകയാണെങ്കിൽ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു 1/s+b - 1/s-b. ഓക്കെ, which is equal to s minus b minus s minus b divided by h square minus b square, or we can say minus 2b divided by s square plus s square minus b square with an ROC of -b less than real part of s less than positive b. ഇതാണ് നമ്മുടെ ROC for the ഫസ്റ്റ് പാർട്ട് എ പാർട്ട്. ഇവിടെ നമ്മൾ ബിക്ക് പോസിറ്റീവ് വാല്യൂ മാത്രമാണ് കൺസിഡർ ചെയ്തിട്ടുള്ളത്. ആൻഡ് ദ ഫൈനൽ ആൻസർ വിൽ ബി -2b ഡിവൈഡ് ബൈ -b സ്ക്വയർ വിത്ത് എൻ ROC ഓഫ് -b ആൻഡ് ബിയുടെ ഇൻ ബിറ്റ്വീൻ ആയിരിക്കും നമുക്ക് കിട്ടുന്ന ആൻസർ. ഈ ഒരു ഗ്രാഫും കൂടെ നമ്മൾ കാണിക്കണം. നൗ ലെറ്റ്സ് സീ ദി ബി പാർട്ട്. ഇൻ ദ ബി പാർട്ട് നോക്കുകയാണെങ്കിൽ ബിയുടെ വാല്യൂ നെഗറ്റീവാണ്. b less than 0 മീൻസ് ബിയുടെ വാല്യൂ നെഗറ്റീവ് ആണ്. ബിയുടെ വാല്യൂ നെഗറ്റീവ് മീൻസ് ഇവിടെ നെഗറ്റീവ് ഓഫ് നെഗറ്റീവ് ഒരു പോസിറ്റീവായി മാറും. ഹിയർ ഒരു നെഗറ്റീവ് വരും. ഇതായിരിക്കും നമ്മളുടെ ന്യൂ ഫംഗ്ഷൻ ഇഫ് ബി ഈസ് ലെസ് ദാൻ 0. ഇനി ഈ ഫംഗ്ഷൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കുകയാണെങ്കിൽ ഫസ്റ്റ് പാർട്ടിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം നമുക്ക് നോക്കുകയാണെങ്കിൽ e പവർ bt ഇൻറ്റു u ഓഫ് t വിച്ച് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ -∞ to ∞ e പവർ bt u of t into e power -st dt which is equal to u of t എന്നുള്ളൊരു ഫംഗ്ഷൻ വരുന്നതുകൊണ്ട് ഇൻ്റഗ്രലിൻ്റെ ലിമിറ്റ്സ് ഞാനിവിടെ ചേഞ്ച് ചെയ്യുകയാണ്. 0 to ∞ e പവർ -s - b into t into dt. ഈ കേസിൽ നമുക്ക് ലാപ്ലേസ് ട്രാൻസ്ഫോം എക്സിസ്റ്റ് ആവണമെങ്കിൽ നേരത്തെ പറഞ്ഞ കേസ് പോലെ തന്നെ എസ് മൈനസ് ബി എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് വാല്യൂ ആയിരിക്കണം. ഓർ വി ക്യാൻ സേ റിയൽ പാർട്ട് ഓഫ് എസ് മൈനസ് ബി ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 0.
or we can say real part of S should be greater than positive b. പോസിറ്റീവ് ബിയേക്കാൾ കൂടുതലാണെങ്കിലായിരിക്കും നമുക്ക് ഈ ഒരു ലാപ്ലേസ് ട്രാൻസ്ഫോം എക്സിസ്റ്റ് ആവുള്ളൂ, ഒരു ROC എക്സിസ്റ്റ് ചെയ്യുള്ളൂ. ഈ ഒരു ഇൻ്റഗ്രേഷൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് e power minus of s minus b into t divided by minus of s minus b with a limit of 0 to infinity, and the final answer will be 1 by s minus b with an ROC of real part of s should be greater than b. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ സെക്കൻഡ് പാർട്ട് നോക്കുകയാണെങ്കിൽ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇ പവർ മൈനസ് ബി ടി ഇൻറ്റു യു ഓഫ് മൈനസ് ടി. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഇ പവർ മൈനസ് ബി ടി ഇൻറ്റു യു ഓഫ് മൈനസ് ടി ഇ പവർ മൈനസ് എസ് ടി ഡി ടി, which is equal to u of minus t means negative valuesനാണ് ഈ ഇൻ്റഗ്രൽ എക്സിസ്റ്റ് ചെയ്യുന്നത്. ഓർ വി ക്യാൻ സേ integral minus infinity to 0 e power minus of s plus b into t dt. ഈ ലിമിറ്റ്സ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ b ഗ്രേറ്റർ ദാൻ 0 എന്നുള്ള കേസ് പറഞ്ഞതുപോലെ ഈ ഒരു വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ, ഈ പവർ പോസിറ്റീവ് വാല്യൂ കിട്ടുകയാണെങ്കിൽ മാത്രമാണ് ഈ കേസിൽ ഒരു ROC എക്സിസ്റ്റ് ചെയ്യുള്ളൂ. ദാറ്റ് മീൻസ് നമുക്ക് പറയാം റിയൽ പാർട്ട് ഓഫ് s പ്ലസ് b should be less than 0, ഒരു s പ്ലസ് ബി എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് വാല്യൂ ആണെങ്കിൽ നമുക്ക് ഈ പവർ ഒരു പോസിറ്റീവ് വാല്യൂ കിട്ടും, മൈനസ് ഓഫ് മൈനസ് ഒരു പോസിറ്റീവ് വാല്യൂ കിട്ടും, ദെൻ ഓൺലി ROC എക്സിസ്റ്റ്. ഓർ വി ക്യാൻ സേ റിയൽ പാർട്ട് ഓഫ് എസ് ഷുഡ് ബി ലെസ് ദാൻ മൈനസ് ബി. ഇതായിരിക്കും നമ്മുടെ സെക്കൻഡ് പാർട്ടിൻ്റെ ROC എന്ന് പറയുന്നത്. ഈ ഒരു ഇൻ്റഗ്രലിൻ്റെ റിസൾട്ട് എഴുതുകയാണെങ്കിൽ ഇ പവർ എസ് പ്ലസ് ബി ഇൻറ്റു ടി ഡിവൈഡ് ബൈ മൈനസ് എസ് പ്ലസ് ബി വിത്ത് എ ലിമിറ്റ് മൈനസ് ഇൻഫിനിറ്റി ടു 0, ദ വാല്യൂ വിൽ ബി 1 ബൈ എസ് പ്ലസ് ബി വിത്ത് എൻ ROC ഓഫ് റിയൽ പാർട്ട് ഓഫ് എസ് ഈസ് ലെസ് ദാൻ മൈനസ് ബി. ബട്ട് ഈ കേസിൽ നമ്മളുടെ ROC എന്നുള്ളൊരു മാപ്പ് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ഈ കേസിൽ നമുക്ക് ഫസ്റ്റ് കേസിൽ കിട്ടുന്നത് റിയൽ പാർട്ട് ഓഫ് എസ് ഇസ് ഗ്രേറ്റർ ദാൻ ബി ആണ്. ദിസ് ഈസ് അവർ പോസിറ്റീവ് വാല്യൂ ഓഫ് ബി ആൻഡ് നമുക്ക് കിട്ടുന്ന ROC എന്ന് പറയുന്നത് ഈ ഒരു റീജിയൺ ആണ്. ആൻഡ് ഇൻ ദ സെക്കൻഡ് പാർട്ട് നമുക്ക് കിട്ടുന്ന ROC എന്ന് പറയുന്നത് സെക്കൻഡ് പാർട്ടിൻ്റെ മൈനസ് ബി ഇതാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ROC എന്ന് പറയുന്നത് ലെസ് ദാൻ മൈനസ് ബി ആണ്, അതായത് ഈ റീജിയൺ ആണ്. ഈ രണ്ട് റീജിയൺ നോക്കുകയാണെങ്കിൽ നമുക്ക് കോമൺ ആയിട്ടുള്ള ROC ഒന്നും ഈ കേസിൽ വരുന്നില്ല. ദാറ്റ് മീൻസ് ഫോർ ബി ലെസ് ദാൻ 0 ഓർ ഫോർ നെഗറ്റീവ് വാല്യൂസ് ഓഫ് ബി ഈ ഒരു എക്സ് ഓഫ് ടി എന്നുള്ളൊരു ഫംഗ്ഷനിൽ ലാപ്ലേസ് ട്രാൻസ്ഫോം എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ദർ ഈസ് നോ കോമൺ ROC. അതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത്. ഇത് നമുക്ക് സം ചെയ്ത് എഴുതാൻ പറ്റില്ല, കാരണം എക്സ് ഓഫ് ടി എന്നുള്ളൊരു ഫംഗ്ഷന് ലാപ്ലേസ് ട്രാൻസ്ഫോം എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അത് പറയാനുള്ള കാരണം കോമൺ ആയിട്ടുള്ള ROC ഒന്നും ഇവിടെ നമുക്ക് ഇല്ല. ഓക്കെ, I hope this section is also clear to you. If you have any doubts, just comment. Okay, we will see you within another lecture in the next video. Thank you.